രാജസ്ഥാൻ റോഡ് ട്രിപ്പ് സീരീസിലെ ഡേ 8 അപ്ഡേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എക്സൈറ്റിംഗ് ആയ 2 ദിവസമായിരുന്നു ജോധ്പൂരിലേത്. ഞങ്ങളിവിടെ പ്ലാൻ ചെയ്ത മെഹ്റങ്കർ ഫോർട്ട് വിസിറ്റ്, ജനതാ സ്വീറ്റ് ഹോമിലെ കച്ചോരിയും ജലേബിയും കഴിക്കുക, ബ്ലൂ സിറ്റിയിലെ ഇടവഴികളിലൂടെ നടന്ന് അത് എക്സ്പ്ലോർ ചെയ്യുക, ഘണ്ടാഘർ സർദാർ മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്യുക, പിന്നെ വിജയ് റെസ്റ്റോറൻറ്റിലെ മലായ റോട്ടിയും അവരുടെ സ്പെഷ്യൽ കറികളും ആസ്വദിക്കുക. അങ്ങനെ എല്ലാം നടന്ന സന്തോഷത്തിൽ ഞങ്ങൾ ജോധ്പൂരിനോട് വിട പറയുകയാണ്. അടുത്ത ലക്ഷ്യം 300ഓളം കിലോമീറ്റർ അകലെയുള്ള ജയ്സൽമേർ. ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിറ്റി. ജോധ്പൂരിൽ നിന്നും 5 മണിക്കൂർ ദൂരമേ അങ്ങോട്ടേക്കുള്ളൂ. പണ്ട് ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടന്ന പൊക്രാൻ വഴിയാണ് ഞങ്ങൾ പോയത്. 8 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇന്നും റോഡിൽ റാംദിയോറക്കാരുടെ തിരക്കുണ്ടായിരുന്നു. പൊക്രാൻ വരെ ഇവരുടെ തിരക്കുണ്ടാവുമെന്ന് അറിയാമായിരുന്നു. കാരണം അതിൻ്റെ അടുത്താണ് ഇവർ തീർത്ഥാടനം പോകുന്ന റാംദേവറ ടെമ്പിൾ. അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും തിരക്ക് കണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചു. 11 മണിയായപ്പോൾ പൊക്രാൻ ക്രോസ് ചെയ്തതോടെ ഇവരുടെ തിരക്ക് കുറഞ്ഞു. പിന്നെ ആർമി ട്രക്കൊക്കെ കണ്ടു തുടങ്ങി. ജയ്സൽമേർ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറോട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ആർമി പ്രസൻസ് നല്ലോണമുണ്ട്. കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു രാജസ്ഥാനി ക്ലേ ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന ഒരു കട കണ്ട് അവിടെ നിർത്തി. നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. കുറേ മേടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും 2 മുഖങ്ങൾ മാത്രം അവിടുന്ന് മേടിച്ച് അവിടെ നിന്നിറങ്ങി. പിന്നെ നോൺ സ്റ്റോപ്പ് ജയ്സൽമേർ പോകാനായിരുന്നു പ്ലാനെങ്കിലും ജയ്സൽമേർ എത്തുന്ന തൊട്ട് മുമ്പ് ഒരു വാർ മ്യൂസിയം കണ്ട് അവിടെ നിർത്തി. ടിക്കറ്റ് കൗണ്ടർ വരെ പോയി നോക്കിയെങ്കിലും ഓഫ് സീസൺ ആയതുകൊണ്ടാവണം എൻട്രി ഫ്രീ ആയിരുന്നു. അതുമാത്രമല്ല അവിടെ സീസണിൽ ഉണ്ടാവാറുള്ള പലതും ക്ലോസ്ഡുമായിരുന്നു. അവിടെ കുറച്ചു നേരം കറങ്ങി. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണമെന്നത് നമ്മളൊക്കെ ആർമിയുടെ അടുത്ത് നിന്ന് വേണം പഠിക്കാൻ. ഒരു ചെറിയ കവർ പോലും നിലത്തില്ല. വരുന്ന ടൂറിസ്റ്റുകളും വേസ്റ്റ് ബിൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിലത്തിട്ടാൽ വെടിവെക്കുമോ എന്ന പേടി കൊണ്ടായിരിക്കണം. 1971 ബാറ്റിൽ ഓഫ് ലോങ്കേവാലയുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ മ്യൂസിയം ഇവിടെ ഉണ്ടാക്കിയത്. ബോർഡർ എന്ന ബോളിവുഡ് സിനിമ ഈ യുദ്ധത്തിനെ ബേസ്ഡ് ആയിരുന്നു. പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത ഒരുപാട് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 108 അടി ഉയരമുള്ള ഒരു ഇന്ത്യൻ കൊടിയും അവിടെ കണ്ടു. അതും കുറച്ചു നേരം നോക്കി നിന്ന് അവിടെ നിന്ന് ഇറങ്ങി. 1:30 ആയപ്പോൾ ജയ്സൽമേർ എത്തി. സിറ്റി കയറുമ്പോൾ തന്നെ എന്തുകൊണ്ട് ജയ്സൽമേരിനെ ഗോൾഡൻ സിറ്റി എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാവും. അവിടുത്തെ ഫോർട്ടും സിറ്റി മൊത്തത്തോടെയും അവിടെ കിട്ടുന്ന യെല്ലോ സാൻഡ്സ്റ്റോൺ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വെയിലുള്ള സമയത്തെത്തിയതുകൊണ്ട് ഇതിനെല്ലാം ഒരു യെല്ലോ ഗ്ലോയും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് സിറ്റി കാണാൻ. ജയ്സൽമേർ ഫോർട്ടിൻ്റെ അടുത്തുള്ള മസ്താഷ് എന്ന ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തത്. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് അവിടുത്തെ എല്ലാ മുറികളും ഖാലിയായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ഒരു റൂം അപ്ഗ്രേഡും കിട്ടി. ഫോർട്ട് പോലെ തന്നെ ഈ ഹോട്ടലും യെല്ലോ സാൻഡ്സ്റ്റോൺ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വിശാലമായ മുറി. ഇതിലെ ഏറ്റവും ഇഷ്ടമായ സ്പോട്ട് വിൻഡോ സീറ്റാണ്. ഇവരുടെ ലോക്കും രാജസ്ഥാനി ട്രഡീഷണൽ രീതിയിലായിരുന്നു. അതടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. റൂം ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. നല്ല വിശപ്പായതുകൊണ്ട് നേരെ പോയത് കനിഷ്ക റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ. അവിടുന്ന് കഴിച്ചത് ഒരു രാജസ്ഥാനി ഥാലിയും ആലു പറാഠയും. ഇവിടുന്നാണ് ആദ്യമായി കേർ സാംഗ്രി എന്ന ഡിഷ് കഴിച്ചത്. ഇവിടുത്തെ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു തരം വൈൽഡ് ബെറീസ് വെച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേർ സാംഗ്രി. ഈ ഡിഷ് വളരെ ഇഷ്ടപ്പെട്ടു. കഴിച്ചു കഴിഞ്ഞ് നേരെ പോയത് സാൻഡ് ഡ്യൂൺസ് കാണാൻ. ജയ്സൽമേർ വന്നാൽ പൊതുവെ എല്ലാവരും പോകുന്നത് ഡെസേർട്ട് സഫാരിക്കും ക്യാമൽ റൈഡിനും അങ്ങനത്തെ ആക്ടിവിറ്റീസിനാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം കാഴ്ചകൾ കാണാൻ മാത്രമാണ്. ഒരുപാട് ഡ്രൈവ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ ഉൾക്കൊണ്ട് റൂമിലോട്ട് മടങ്ങി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം 7 മണിയായപ്പോൾ ജയ്സൽമേർ ഫോർട്ട് കാണാൻ ഇറങ്ങി. 7 മണിയായിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായില്ല. ഫോർട്ടിലെ തെരുവുകളിലൂടെ കുറേ നടന്നു. ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവിടെയുണ്ട്. സീസണിൽ നല്ല സജീവമായി പ്രവർത്തിക്കുന്ന കടകളാണ് ഇവയെല്ലാം. കുറേ നേരം അവിടെ നടന്ന് ഒരു ചായയും കുടിച്ച് റൂമിലോട്ട് മടങ്ങി. നാളെ ഇനി ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോട്ട് ഒരു ഡ്രൈവ് പോകണം. ജയ്സൽമേരിനോട് വിട പറയുന്ന മുമ്പ് ഒരിക്കൽ കൂടി കേർ സാംഗ്രി കഴിക്കണം.